ഹായ്, ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. അപ്പം ഇന്നൊരു മഴ ദിവസമാട്ടോ. വലിയ മഴയൊന്നുമല്ല, ചന്നം പിന്നം പെയ്യുകയെന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതേ നമ്മൾ കുറച്ച് മീൻ വാങ്ങിച്ചിട്ടുണ്ട്. കുറേ ദിവസമായിരുന്നു മീനൊക്കെ വാങ്ങിച്ചിട്ട്. ഇതൊക്കെ അല്ലായിരുന്നോ, ട്രോളിംഗ് ഒക്കെ അല്ലായിരുന്നോ. കൊഴുവയാട്ടോ, നല്ല വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ചെറിയ ഇതാട്ടോ. അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കിയെടുത്ത് ഇത്തിരി മീൻപീര വയ്ക്കാനാണ് ഉദ്ദേശം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഞാൻ തലയും വാലൊക്കെ ഒന്ന് നുള്ളി എടുക്കട്ടെ. നമുക്ക് കത്തിയോ ഇതൊന്നും വേണ്ട, ഈ മീൻ നന്നാക്കിയെടുക്കാൻ. കൈ കൊണ്ട് ഇങ്ങനെ ഞങ്ങൾ തലയും വാലും നുള്ളി എടുക്കാം, പെട്ടെന്ന് പണി തീരുവേ. ഇത് ഞാനിവിടെ കുറച്ച് ഈ ചട്ടിയിലേക്ക് കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം നന്നാക്കിയിട്ട് ഇതങ്ങ് ക്ലിയർ ചെയ്ത് നല്ല ക്ലിയർ ആയി കിട്ടും കേട്ടോ. അല്ലാണ്ട് നമ്മൾ ജസ്റ്റ് കഴുകിയെടുത്താൽ അത്ര ക്ലിയർ ആവില്ല. ഇച്ചിരി ഉപ്പും കൂടെ കിട്ടട്ടെ. മത്തി അങ്ങനെയെല്ലാം ഉള്ള മീനെല്ലാം അങ്ങനെ ക്ലിയർ ആക്കി എടുക്കുമ്പോഴാണ്, കൊഴുവ മത്തി ഈ മീനൊക്കെ അങ്ങനെ ക്ലിയർ ആക്കി എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ക്ലിയർ ആയിട്ട്. അപ്പോൾ ഇവിടെ പിള്ളേർക്ക് മറക്കണ ഇഷ്ടമല്ല കേട്ടോ, മറത്താൽ കൂട്ടില്ല, തീരെ വെക്കണേ ഇഷ്ടം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറമ്പിലെ ഓരോ കാര്യങ്ങൾ ചെയ്യണം, കുറച്ച് തെളിവൊക്കെ ആയിരുന്നല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കുക്കിംഗ് വീഡിയോ ഇഷ്ടമുള്ളവരുണ്ട്, നമ്മുടെ കൃഷി കാര്യങ്ങൾ അങ്ങനെയുള്ള വെജിറ്റബിൾസ് അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ട്, അങ്ങനെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർ പറയും, ഇപ്പം കുറേ ദിവസമായി ഞാൻ കുക്കിംഗ് വീഡിയോ ഇട്ടതാണ്. അപ്പോൾ അവർ അയ്യോ അത് കുക്കിംഗ് വീഡിയോ ഇടാത്ത എന്തെന്ന് ചോദിച്ചാൽ അവർക്കൊരു വിഷമം. അപ്പോൾ ആരെയും വിഷമിപ്പിക്കാണ്ട് രണ്ടും ഈക്വലായിട്ട് മാറി മാറി ഇടാവേ. അതുകൊണ്ട് ഇപ്പോൾ 2-3 പ്രാവശ്യം കൃഷിയുടെ നമ്മുടെ ഗാർഡൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ ഒക്കെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇട്ടത്. അപ്പോൾ ഇനി 2 കുക്കിംഗ് വീഡിയോ അങ്ങനെ ഇട്ട് അവരുടെയും കൂടെ വിഷമം മാറിക്കോളൂല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ആരെ നമ്മളെ സപ്പോർട്ട് ചെയ്യണവരെ നമുക്ക് വിഷമിപ്പിക്കാൻ പാടില്ല. നമ്മുടെ മീനൊക്കെ റെഡിയാക്കി ചട്ടിയിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത്തിരി വലിയ ചട്ടി വേണം, ഇച്ചിരി പരന്ന ചട്ടി കൂട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ കറിക്കുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചമുളക് കേട്ടോ. മുളക് പൊടിയേക്കാളും മുളക് പൊടി കുറച്ചിടും, എന്നാലും പച്ചമുളകിൻ്റെ ടേസ്റ്റാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. ആ എരിവാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. പിന്നെ 3 വെളുത്തുള്ളി, 2 പിടി തേങ്ങ, ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇതെല്ലാം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. then കുറച്ച് മുളക് പൊടി, ജസ്റ്റ് ഒരു കളറൊക്കെ വരാൻ വേണ്ടി ചേർക്കേണ്ടത്. കുറച്ച് വെളിച്ചെണ്ണ, ഇതൊന്ന് ഈ കറിയുടെ മെയിനാണ് ഇതാട്ടോ, നമ്മുടെ കുടംപുളി. ഇതാ ഞാനൊന്ന് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഇത് ആവി കയറുന്ന വരെ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക, then ലോ ഫ്ലെയിം ആക്കുക. വെള്ളം ഒട്ടും ഒഴിക്കരുത് കേട്ടോ. ഞാനിത് ആവി കയറിയിട്ട് തുറന്ന് വെച്ച് ഇളക്കിയിട്ട് അത് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തു കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുത്തില്ല, എന്നാലും കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ വറ്റിച്ചെടുത്തു. ഇതാ ഇങ്ങനെ നിരത്തി പൊടിഞ്ഞു പോകണം, നിരത്തി ഇട്ടിട്ട് ഇതേ അതൊന്ന് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ കൂടിയോ എന്ന് നോക്കട്ടെ. ഇത് ഇങ്ങനെ കുത്തി ഇളക്കിയാൽ പൊടിഞ്ഞു പോകും, പതിഞ്ഞ് ഇളക്കാൻ. അപ്പോൾ ഒന്ന് നോക്കാം. അടിപൊളി ഉപ്പൊക്കെ കൂടി കേട്ടോ. നല്ല പച്ചമുളകിൻ്റെയും ഇഞ്ചിൻ്റെയും ഒക്കെ ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യും. ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു, അവിടെ ആവശ്യത്തിന് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ആദ്യം തിരുമ്പി വെച്ച വെളിച്ചെണ്ണ ഒഴിച്ചായിരുന്നു, അതിട്ട് ഇച്ചിരി കൂടുതൽ ഒഴിച്ചു കൊടുക്കണം. ഈ ഇളക്കോ ഒന്നും വേണ്ട, ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഇങ്ങനെ ചെയ്യാത്തവരൊന്നും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ചോറിന് ഇതിൻ്റെ കൂടെ ഈ കറി ഈ മീൻപീരയും ഇച്ചിരി അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ചോറിന് വേറെ ഒന്നും വേണ്ട. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.